welcome to my channel. So we are at the second part of the lesson, hydrocarbon, that is chapter 13. The last class we have discussed about the introduction session, like what is meant by hydrocarbon, then what are the different ways in which we are classifying hydrocarbons, and the third we discussed about the nomenclature, then isomerism, and the last session I have given you some homework. This was the question. I think all have done the homework, but I didn't get any answers in the comments. Anyway, I'm just going to discuss the answer. So the first part was that write the IUPAC name of the following structures. That is, we have to write the IUPAC name. By just looking at this question, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒറ്റയടിക്ക് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഒരു സീൻ്റെ അടുത്ത് ഒരു CH3 4 ടൈംസ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ നോക്കി ആൻസർ ചെയ്യരുത്. ഇപ്പം കറക്റ്റായിട്ട് അറിയുന്നവർ, ഇപ്പം നല്ലോണം എക്സ്പേർട്സ് ആയവർക്ക് ദേ ക്യാൻ ഡു ദാറ്റ്. അതർവൈസ് ഫസ്റ്റ് യു ഹാവ് ടു എക്സ്പാൻഡ് ദിസ്. ഈ ഒരു എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? ഇതിൻ്റെ അർത്ഥം ഒരു കാർബൺ ഉണ്ട്, ഈ കാർബണിൻ്റെ മുകളിൽ 4 CH3 ഉണ്ട്. അതായത് 4 CH3 ഇങ്ങനെ ഒരിക്കലും അറ്റാച്ച് ചെയ്യില്ലല്ലോ, CH3 ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? കാർബണിൻ്റെ 4 എണ്ണം ബാലൻസ്. കാരണം ഇതിൻ്റെ അർത്ഥം എന്താ, കാർബണിൻ്റെ മുകളിൽ 4 ആൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ കാർബണിൻ്റെ മുകളിൽ CH3 ഇപ്പോഴാണ് ഈ കാർബണിൻ്റെ 4 ബാലൻസും സാറ്റിസ്ഫൈ ചെയ്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു റൈറ്റ് ദ IUPAC എങ്ങനെ ചെയ്താ, പാരൻറ്റിനെ കണ്ടുപിടിക്കണം. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ 1 2 3 എങ്ങനെ എണ്ണിയാലും 3 ആണ് പാരൻറ്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹൗ വി ഹാവ് ടു നമ്പർ ദിസ് പാരൻറ്റ് ചെയിൻ, ഐദർ ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ്. എന്തിനെ ബേസ് ചെയ്തിട്ടാ, ദ കാർബൺ ആറ്റം ടു വിച്ച് ദ ബ്രാഞ്ച്ഡ് there is a branch should get the lowest possible number. പക്ഷേ ഇവിടുത്തെ ഒരു കേസിൽ നമ്മൾ എങ്ങനെ നമ്പർ ചെയ്താലും ഈ കാർബണിന് സെക്കൻഡാണ് കിട്ടുക, 1 2 3. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമ്പർ ചെയ്യാം 1 2 3. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബ്രാഞ്ച് ഏത് കാർബണിലാണ് ബ്രാഞ്ച് ഉള്ളത്, 2 ഹൈഫൺ ഇട്ട്, നമ്പർ കഴിഞ്ഞാൽ എപ്പോഴും ഹൈഫൺ ഇട്ടേക്കാം. എന്താ ഉള്ളത്, 2 തന്നെ ഒരു മീത്തൈലും ഉണ്ട്. അപ്പോൾ നമുക്ക് വെറും 2 എന്ന് എഴുതാൻ പറ്റില്ല. സെക്കൻഡിൻ്റെ മുകളിൽ 2 മീത്തൈൽ, അപ്പോൾ 2 2. അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ, 2ൻ്റെ മുകളിൽ ഒരു മീത്തൈൽ, 2ൻ്റെ മുകളിൽ വീണ്ടും മീത്തൈൽ, 2 2. 2 മീത്തൈലിന് നമ്മൾ എന്തെഴുതും, ഡൈമീഥൈൽ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, സെക്കൻഡ് പൊസിഷനിലും വീണ്ടും സെക്കൻഡ് പൊസിഷനിൽ മീത്തൈൽ ഉണ്ട്, അതുകൊണ്ടാണ് 2 2 ഡൈമീഥൈൽ. ഇനി ആരെ എഴുതേണ്ടത്, മെത്ത് പ്രൊപ്പ്, 2 2 ഡൈമീഥൈൽ പ്രൊപ്പേൻ. കിട്ടിയോ? ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇനി അടുത്തത് ഇതും അതേപോലെ തന്നെയാണ്. നോക്കൂ, CH, ഈ CHന് 2 CH3, ഈ CHനും 2 CH3. അപ്പോൾ നമ്മൾ എഴുതുക CH3. ഓക്കെ, വീണ്ടും ഒരു CH, അതിനും 2 CH3. ഓക്കെ, ഇനി എന്തിനെ കണ്ടുപിടിക്കണം, പാരൻറ്റിനെ. 1 2 3 4 അല്ലേ, 1 2 3 4 എങ്ങനെ എണ്ണിയാലും 4 ഉള്ളൂ. ഇനി നമ്മൾ എന്താണ് എണ്ണേണ്ടത്, വി ഹാവ് ടു ഗിവ് ദി ലോവസ്റ്റ് നമ്പർ ഫോർ ദി കാർബൺ ആറ്റം വിച്ച് ഈസ് ഹാവിങ് ബ്രാഞ്ചിങ്. അപ്പോൾ ഇവിടെ 2 കാർബൺ ആറ്റത്തിന് ബ്രാഞ്ചിങ് ഉള്ളതുകൊണ്ട് 1 2 3 4 കൊടുത്താൽ സെക്കൻഡും തേർഡും. ഇനി ഇവിടുന്ന് കൊടുത്താലും സെക്കൻഡും തേർഡും ആണ്, രണ്ടും ഒരേ CH3 ഗ്രൂപ്പാണ്, പ്രശ്നമില്ല. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കും, അതായത് 2ലും 3ലും മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 2 3 ഡൈമീഥൈൽ മെത്ത് പ്രൊപ്പ് ബ്യൂട്ട് 2 2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. കണ്ടോ, ഇതാണോ നിങ്ങൾക്ക് കിട്ടിയത്? ഇനി അടുത്തത് എന്താ നിങ്ങളോട് പറഞ്ഞത്, റൈറ്റ് ദി സ്ട്രക്ചർ ഫോർ ദിസ് മോളിക്യൂൾ. അവർ മോളിക്കുലർ ഫോർമുല അവരുടെ IUPAC നെയിം തന്നിട്ട് വി ഹാവ് ടു റൈറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദാറ്റ് മോളിക്യൂൾ. ആ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എഴുതണം. അപ്പോൾ നമ്മൾ നോക്കുക, 3 ഈഥാൽ 2 മീഥൈൽ പെൻറ്റെയിൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഈ പാരൻറ്റിനെ അങ്ങ് എടുത്തേക്കുക. ഇതാണല്ലോ പാരൻറ്റ്, ഈ പാരൻറ്റിനെ അങ്ങ് വരച്ചേക്കാം. പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റം, 2 3 4 5 എണ്ണത്തിനെ വെച്ച് ഹൈഡ്രജൻ ഒന്നും കൊടുക്കല്ലേ. ഇനി ഇവരെന്താ പറയുക, 3ൽ ഈത്തൈലും 2ൽ മീത്തൈലും. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്പർ ചെയ്യാം. സെക്കൻഡ് പൊസിഷനിൽ ഒരു മീത്തൈൽ എന്ന് പറഞ്ഞാൽ CH3. തേർഡ് പൊസിഷനിൽ ഒരു ഈത്തൈലുണ്ട്. ഈത്തൈൽ എന്ന് പറയുമ്പം ഈഥെയിൻ എന്ന് പറഞ്ഞാൽ CH3. അപ്പോൾ ഈത്തൈൽ എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ പോയിട്ടുള്ളത്, വാലുകളല്ലേ, CH2 CH3 ആണല്ലോ. അപ്പോൾ എന്തൊക്കെ കിട്ടി, 2 മീത്തൈൽ 3 ഈത്തൈൽ മെത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. ഇനി നമുക്ക് ഹൈഡ്രോജൻ്റെ വാലൻസി കാർബണിൻ്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണല്ലോ, ആരാ വെച്ചിട്ട്, ഹൈഡ്രോജനെ.
ഈ കാർബണും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്, ബാക്കി 3 വാലൻസി ഇനിയും സാറ്റിസ്ഫൈ ചെയ്യാണ്ട് CH3. ഈ കാർബൺ ആണെങ്കിൽ ഓൾറെഡി 1, 2, 3 ബോണ്ട് ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ. ഈ കാർബണും 3 എണ്ണം, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, കാരണം ഇവിടെ 2 ബോണ്ടേ ഉള്ളൂ, ഇവിടെ 3. ഇതെന്താണ്? ഇതിൻ്റെ പേര് 2-methyl 3-ethyl മെത്ത് എത്ത് പ്രൊപ്പ ബ്യൂട്ട് പെൻറ്റീൻ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നോക്കുക, 2,3,5 ട്രൈമീഥൈൽ 4-propyl ഹെപ്റ്റീൻ. നമ്മൾ ആദ്യം പാരൻറ്റിനെ എഴുതാം. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെക്സ് ഹെപ്റ്റ് 7 എണ്ണം അല്ലേ. ഇനി 2,3,5 സെക്കൻഡ് പൊസിഷനിലൊരു മീഥൈല്, തേർഡ് പൊസിഷനിലൊരു മീഥൈല്, ഫിഫ്ത്ത് പൊസിഷനിലൊരു മീഥൈൽ. 1, 2, 3, 4, 5 ഫിഫ്ത്ത് പൊസിഷനിൽ. ഫോർത്ത് പൊസിഷനിലുള്ളത് പ്രൊപ്പൈലാണ്. പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ എന്താ? CH3 CH2 CH3. ഇതിനെയാണ് നമുക്ക് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയാൽ ഇതെന്തായി? CH2. അപ്പോൾ എന്തായി? CH2 CH2 CH3. ഇപ്പം എന്തൊക്കെയായി? 2, 3, 5 ട്രൈമീഥൈൽ 4 മെത്ത് എത്ത് പ്രൊപ്പൈൽ ഹെപ്റ്റീൻ ആയല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ ഹൈഡ്രജൻ്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നു. 1, 2, 3, 4 1, 2, 3, 4 1, 2, 3, 4 1, 2 H2 H3. ഓക്കെ, കിട്ടിയല്ലോ. സിമ്പിളായിരുന്നല്ലോ? സിമ്പിളാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, those who don't know to write the IUPAC name of these type of compounds, I will be sharing one link that I have discussed for the grade 10, the IUPAC nomenclature. In that I have given a detailed explanation, ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ വീണ്ടും ഞാൻ നോമൻക്ലേച്ചറിന് ടൈം വേസ്റ്റ് ആക്കുകയാണെങ്കിൽ, വേസ്റ്റ് ആക്കുക എന്നല്ല പറയുന്നത്, വീണ്ടും ഞാൻ ആ ക്ലാസ് എടുക്കുക, അവൻ ഇറ്റ്സ് അത്രയും ടൈം വേസ്റ്റ് ആവും. സോ ആ ലിങ്ക് ഉണ്ട്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്, പ്രിപ്പറേഷൻ. ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹൗ യു ക്യാൻ പ്രിപ്പയർ എന്നല്ല നിങ്ങൾ കാണുക, ചില കോമ്പൗണ്ട്സ് തന്നിട്ട് ഹൗ യു ക്യാൻ കൺവേർട്ട് ദിസ് ഇൻ ടു ദിസ് ആൽക്കെയിൻ എന്നാണ് കാണുക. ഇനി ചിലപ്പോൾ ചോദിക്കുക കേട്ടോ, ഹൗ റൈറ്റ് എനി 2 പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ എന്ന് ചോദിക്കുക. അപ്പം നല്ല തറവാക്കുക. ഞാനിപ്പോൾ അത്ര നന്നായിട്ട് തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കും. നിങ്ങളും നിങ്ങളുടെ ബുക്ക് എടുക്കുക, നോട്ട് ഡൗൺ ചെയ്യുക. ഞാൻ പറയുന്ന ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും നോട്ട് ഡൗൺ ചെയ്യാം. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ പല കളർ പെൻസ് വെച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് എഴുതി കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ ഇറ്റ് ഇസ് വെരി ഈസി. പിന്നെ ഈ ലെസൺ വീണ്ടും വീണ്ടും പുതിയ പുതിയ ബുക്സ് ഒന്നും എടുത്ത് പഠിക്കേണ്ടി വരില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി. സോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോകാർബൺ ആയിട്ടുള്ള ആൽക്കെയിനുകളെയാണ്. യൂഷ്വലി നാച്ചുറലി ഈ ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈ ഹൈഡ്രോകാർബൺസ് നമ്മൾ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഈ കോള്, പെട്രോള്, പിന്നെ നമ്മുടെ കാണുന്ന കോൾ ഗ്യാസ്, LPG, ഇതൊക്കെ നമുക്കറിയാം. ഈ കോള് ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ്? ഫ്രം ദി ഗ്രൗണ്ട് അല്ലേ, അണ്ടർഗ്രൗണ്ട് നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് അവിടെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം, ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഡീകമ്പോസിഷൻ കൊണ്ടാണ് കോള്, പെട്രോള്, ഫോസിൽസ് അതൊക്കെ ഉണ്ടാവുന്നത്. ആ കോമ്പൗണ്ട്സ് എന്നൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു പെട്രോളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ പ്രോസസ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നാച്ചുറലി ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. പക്ഷേ നമുക്ക് നാച്ചുറലി അല്ല വേണ്ടത്, നമുക്ക് ലബോറട്ടറിയിൽ പല ആൽക്കെയിൻസിനും വേണം. പല നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം പോളിമേഴ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫൈബേഴ്സ്, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കാനും സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആൽക്കെയിൻസുകളുണ്ട്. കുറേ ആൽക്കെയിൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചില ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ട് ആൽക്കെയിനെ വേണം. അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് തിരഞ്ഞ ആൽക്കെയിനെ കണ്ടുപിടിക്കുകയല്ല ചെയ്യുക. വി വിൽ സിന്തസൈസ് ആൽക്കെയിൻസ് ഇൻ ദ ലബോറട്ടറി. സോ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ പ്രിപ്പയർ ആൽക്കെയിൻ. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് മെയിൻലി ഒരു 3 മെത്തേഡാണ് പഠിക്കാനുള്ളത്. So there are different methods by which we can prepare alkane, but here we are going to discuss mainly from 3. എങ്ങനെയൊക്കെയാണ് ലബോറട്ടറിയിൽ? ഇത് മാത്രമല്ലേ, ഫസ്റ്റ് വൺ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഫസ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ആൽക്കെയിൻ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. നമുക്കറിയാം എന്താണ് അൺസാച്ചുറേറ്റഡ് അതായത് ഡബിളും ട്രിപ്പിൾ ബോണ്ടുമുള്ള ഹൈഡ്രോകാർബൺസ്. Second one is from alkyl halides. എന്താണ് alkyl halide? വെറുതെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി തരാം. CH3 Cl CH3 Br ഇതൊക്കെയാണ് ആൽക്കൈൽ. അതിൻ്റെ കൂടെ ഒരു ഹാലൈഡ് വന്നത്. ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്. ഇതിന് ജനറലി നമുക്ക് എഴുതാം CH3X. ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്.
ഇനി തേർഡ് വൺ ഇസ് ഫ്രം കാർബോക്സിലിക് ആസിഡ്. ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം HNO3, H2SO4 ഒക്കെ പറയും. കാർബോക്സിലിക് എന്ന് പറയുമ്പോൾ കാർബണേറ്റഡ് ആയിട്ടുള്ള ആസിഡ്, മീൻ കാർബൺ CH3 COOH. ഇതെന്ത് ആസിഡാ? എത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്. അപ്പോൾ ഇതിൽ നിന്നല്ല ഇതേപോലത്തെ ആസിഡ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കും. അപ്പം നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഫ്രം അൺസാച്ചുറേറ്റഡ്. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നാട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിച്ചോളൂ. അൺസാച്ചുറേറ്റഡ്, ഞാനിവിടെ ഒരാളെ തരാം. CH2 ഡബിൾ ബോണ്ട് CH2. ഇത് ആൽക്കീനാണ്. ഇതിനെനിക്ക് എന്താക്കി മാറ്റണം? ആൽക്കെയിനാക്കി മാറ്റണം. ഇതാണല്ലോ ആൽക്കീൻ. ഇവിടെ H2, ഇവിടെ H2, ഇവിടെ എന്താ H3. ഇതിനെങ്ങനെ ഇതിലേക്ക് മാറ്റും? ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു എച്ചിനെ കൊടുക്കുക, ഇവിടെ ഒരു എച്ചിനെ കൊടുത്താൽ ഈ കോമ്പൗണ്ട് ആയോ? അപ്പോൾ നമുക്ക് ഒരു ആൽക്കീനിനെ എങ്ങനെ ആൽക്കെയിൻ ആക്കാം? ദാറ്റ് ഈസ് ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഹൗ വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എൻ ആൽക്കെയിൻ? ജസ്റ്റ് ബൈ ആഡിങ് ഹൈഡ്രജൻ. ഈ ഒരു പ്രോസസ്സിന് എഡിഷൻ ഓഫ് ഹൈഡ്രജൻ ടു എൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഇസ് നോൺ ആസ്, അതിന് പറയുന്ന പേരാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇതിങ്ങനെ ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് മെൻ ബൈ ഹൈഡ്രോജിനേഷൻ? ഇതിനെ പറയുന്ന പേരാണ് ഹൈഡ്രോജിനേഷൻ. എന്താണ് ഹൈഡ്രോജിനേഷൻ? ദ പ്രോസസ് ഓഫ് എഡിഷൻ ഓഫ് ഹൈഡ്രജൻ. വെറുതെ കയറി അങ്ങ് ആഡ് ചെയ്താൽ മതിയോ? ഈ ആൽക്കീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഹൈഡ്രോകാർബൺ അത്ര വലിയ റിയാക്റ്റീവ് അല്ല. അപ്പോൾ ഇവർക്ക് ആര് വേണം? ദിസ് റിയാക്ഷൻ ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് സർട്ടൻ കാറ്റലിസ്റ്റ്. സോ ഹൈഡ്രോജനേഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. മെയിൻലി യൂസ് ചെയ്യുക നിക്കൽ, പ്ലാറ്റിനം, പെല്ലേഡിയം. നിക്കലുണ്ട്, പ്ലാറ്റിനം ഉണ്ട്, പെല്ലേഡിയം ഉണ്ട്. ഇതുപോലത്തെ ഇതെന്തുകൊണ്ടാണെന്നുള്ളത് ഇവരെ യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ കൂടുതൽ മെക്കാനിസം പറയുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും ആവശ്യമില്ല. സോ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സാച്ചുറേറ്റഡ് ഓർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു alkane by the process of addition of hydrogen in presence of a catalyst like nickel, platinum, palladium, and that process is known as hydrogenation. എന്താ പറയാ? hydrogenation. Or this process is also, we can say that, reduction of unsaturated hydrocarbon leads to the formation of saturated hydrocarbon. ഈ റിഡക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓക്സിഡേഷൻ റിഡക്ഷന് പലതരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ, ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എഡിഷൻ ഓഫ് ഓക്സിജനും റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എഡിഷൻ ഓഫ് ഹൈഡ്രജനുമാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എഡിഷൻ ഓഫ് ഹൈഡ്രജനും ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എഡിഷൻ ഓഫ് ഓക്സിജനുമാണ്. നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസിൽ പറഞ്ഞിട്ട് ലോസ് ഓഫ് ഇലക്ട്രോണും ഗെയിൻ ഓഫ് ഇലക്ട്രോണും. ഇവിടെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഓക്സിഡേഷൻ, എഡിഷൻ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ, എഡിഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ ആഡ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? റിഡക്ഷൻ. സോ ഹൗ യു ക്യാൻ പ്രിപ്പയർ ആൽക്കെയിൻ ഫ്രം ആൽക്കീൻ? We can prepare alkane from alkene by the process of addition of hydrogen, and this process is known as hydrogenation, or it is also called as reduction of unsaturated hydrocarbon. Hydrogenation is usually carried out in presence of catalysts like nickel, platinum, palladium. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ platinum and palladium this reduction can be conducted at a normal temperature. അതായത് നമുക്കൊരു റൂം ടെമ്പറേച്ചറിലൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. പ്ലാറ്റിനവും പല്ലേഡിയവും വെക്കും. ബട്ട് നിക്കലിന് ആണ് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് റിക്വയർസ് ഹൈ ടെമ്പറേച്ചർ ഫോർ ദിസ് പ്രോസസ്. വി റിക്വയർ നിക്കൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം CH2നെ ഞാൻ addition of hydrogen in presence of nickel, okay, at high temperature to produce CH3. പഠിച്ചോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിപ്പറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതിക്കോളൂ. ഇങ്ങനെ തന്നെ ചോദിക്കാം. കൺവേർട്ട് propene into propane. How you can convert propene into propane? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് ഇങ്ങനെ ആയിരിക്കും തരാം. കൺവേർട്ട്
പ്രൊപ്പീൻ ഇൻറ്റു പ്രൊപ്പെയിൻ. അപ്പം നിങ്ങൾ ഒന്നും നോക്കരുത്, ആദ്യം നിങ്ങൾ ആ സ്ട്രക്ചർ അങ്ങ് എഴുതി വെക്കുക. എന്താണ് പ്രൊപ്പീൻ? മെത്ത്, എത്ത്, പ്രൊപ്പ്. ഈനായതുകൊണ്ട് ഡബിൾ ബോണ്ട്. അപ്പോൾ CH2 CH3 CH 1 2 3 4. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം എന്നുള്ളത് അവിടെ എഴുതി വെക്കുക. CH3 CH2 CH. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ വന്നാൽ മതി. അതിനാകെ നമ്മളിപ്പോൾ പഠിച്ചൊരു പ്രോസസ്സ് എന്താ? ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഓർ നിക്കൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു പ്രൊഡ്യൂസ്. എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. എന്നിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഈസ് പ്രൊപ്പീൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൊപ്പെയിൻ by the method of hydrogenation using nickel, platinum or palladium as catalyst at a high temperature when nickel is used to require high temperature. മനസ്സിലായോ? തറോ ആയോ? ക്ലിയർ ആയോ? അപ്പം നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്ര തന്നെ കാർബൺ ആറ്റം ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പ്രൊപ്പീൻ ആണെങ്കിൽ പ്രൊപ്പീൻ, പിന്നെ ബ്യൂട്ടീൻ ആണെങ്കിൽ ബ്യൂട്ടൈൻ, അങ്ങനെ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ബ്യൂട്ടൈൻ ആണെങ്കിലും ഇതന്നെ, ബ്യൂട്ടൈൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും വി ആർ ഗെറ്റിംഗ് ബ്യൂട്ടൈൻ. ക്ലിയർ? അപ്പോൾ ഇനി അടുത്ത പ്രിത്തേർഡിൽ നോക്കുക, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ ഇനി നമ്മൾ ആൽക്കൈൽ ഹാലൈഡ്സ് എന്നാണ് നമ്മൾ ആരെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹൈഡ്രോ കാർബണിൽ ആൽക്കെയിനാണല്ലോ പഠിക്കുന്നത്. ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി, ഈ ആൽക്കൈൽ ഹാലൈഡ് വെച്ച് 2 മെത്തേഡ് ഉണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. വി ക്യാൻ യൂസ് എനി 1 മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദിസ്. അതിലെ ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്ന് എഴുതുകയാണേ, CH3Cl. ഓക്കെ, ഈ ഒരു മെത്തേഡ്, ഇപ്പം ഞാൻ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ വി ക്യാൻ യൂസ് ഓൾ ദി ആൽക്കൈൽ ഹാലൈഡ് എക്സെപ്റ്റ് ഫ്ലൂറൈഡ്സ്. CH3F വെച്ചിട്ടുള്ള റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ ആൽക്കൈൽ ഹാലൈഡ്സ് വെച്ചിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. CH3Cl എനിക്ക് എന്താക്കി മാറ്റണം? CH4 ആക്കി മാറ്റണം. എന്താക്കി മാറ്റണം? ഐ ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു CH4. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്. എനിക്ക് കിട്ടേണ്ടത് ഈ ആൽക്കെയിനാണ്. അപ്പോൾ ഇവിടെ ആര് പോയിട്ട് ആര് വരണം? ഇവിടെ ഉള്ളൊരു Cl പോയിട്ട് അവിടെ ഒരു H വരണം. ഇവിടെ ഉള്ളൊരു Cl പോയിട്ട് അവിടെ എന്ത് വരണം? H വരണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എഡിഷൻ ഓഫ് ഹൈഡ്രജൻ തന്നെയാണ് നടക്കുന്നത്. ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആൽക്കൈൽ ഹാലൈഡ് when treated with zinc in presence of dilute hydrochloric acid. അവിടെ എന്ത് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിങ്ക് നമുക്കറിയാം, മെറ്റലിൻ്റെ മുകളിൽ ആസിഡ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഈ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? ഇതിലുള്ള ഒരു HCl കൊണ്ടുപോയിട്ട് HCl ആയിട്ട് പുറത്തേക്ക് കളഞ്ഞിട്ട് അവിടെ H വരും. അതൊന്നും നിങ്ങൾ പറയണ്ട, നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. ദാറ്റ് ഈസ് റിഡക്ഷൻ ടേക്ക് പ്ലേസ്, ദാറ്റ് ഈസ് എഡിഷൻ ഓഫ് ഹൈഡ്രജൻ ടേക്ക് പ്ലേസ്. That is when alkyl halide is treated with zinc. റിഡക്ഷൻ ആണ് ഈ പ്രോസസ്സ്. റിഡക്ഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പം നമ്മൾ സിങ്കിന് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഈ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ട്രീറ്റ് ചെയ്യുമ്പം ഇവിടുത്തെ Cl പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? CH4. അതായത് ഒരു H2 ഇവിടെ ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി. കണ്ടോ, H2 ആഡ് ചെയ്ത് ഒരു H ഇങ്ങോട്ടേക്കും പോയി, ഒരു H ഇങ്ങോട്ടേക്കും പോയി. ആ H എന്താവും? Cl കൊണ്ടുപോയിട്ട് അവിടെ എന്തുണ്ടാക്കും? ആൽക്കെയിനെ ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആൽക്കൈൽ ഹാലൈഡ്സ് എക്സെപ്റ്റ് ഫ്ലൂറൈഡ്സ് ആണ്. ഈ ഒരു മെത്തേഡ് നമുക്ക് ഫ്ലൂറൈഡ്സ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഡൈല്യൂട്ട് എന്ന് എഴുതണേ, കോൺസെൻട്രേറ്റഡ് ആയ റിയാക്ഷൻ മാറിപ്പോൾ. സോ CH3Cl, ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് zinc in dilute hydrochloric acid will produce alkane. ഇതാണ് ഒരു മെത്തേഡ്. ഇനിയിപ്പോൾ എനിക്ക് ഇതിൽ നിന്ന്, അതായത് CH3 CH2 CH2Cl നിന്ന് എങ്ങനെ CH4 ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, zinc in presence of dilute hydrochloric acid gives CH3 CH2 CH3. എത്ത് പ്രൊപ്പ്, ദാറ്റ് ഈസ് ക്ലോറോപ്രൊപ്പെയിൻ എന്തായി മാറി? പ്രൊപ്പെയിനായിട്ട് മാറി. അപ്പോൾ ഇവിടെയും നോക്കൂ, ആസ് ദി നമ്പർ, ഈ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്ര തന്നെ ഫൈനൽ പ്രൊഡക്റ്റിലും ഉണ്ട്. ഒരു ഇൻക്രീസും ഇല്ല, ഡിക്രീസും ഇല്ല. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്, എഴുതി വെച്ചോളൂ, വേർഡ്സ് റിയാക്ഷൻ. എന്താണ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് നമ്മുടെ +2 സെയിം സാധനം പഠിക്കാനുണ്ട്. സോ
ആൽക്കൈൽ ഹാലൈഡ്സ്. ഈ വേർഡ്സ് റിയാക്ഷൻ എന്താ? ആൽക്കൈൽ ഹാലൈഡ്. ഞാൻ ജനറലി എഴുതുക CH3X. X can be chlorine, bromine, iodine. Alkyl halide when treated with sodium in presence of dry ether, it produces alkanes. Alkane. That is alkyl halide in presence of sodium. Alkyl halide react with sodium in presence of dry ether to produce alkane. ഇനി ഇവിടുത്തെ പ്രോഡക്റ്റും ഇവിടുത്തെ ഈ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ CH3Cl ആണ്, ദറ്റ് ഇസ് മീഥൈൽ ക്ലോറൈഡ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാ? ഈത്തേൻ. ഇവിടെ നോക്കൂ, എത്ര കാർബൺ ആറ്റം സ്റ്റാർട്ടിങ്ങിലുണ്ടോ അത്ര തന്നെയായിരുന്നു പ്രൊഡക്റ്റ്. പക്ഷേ ഇവിടെയോ, ഇവിടെ മീഥൈൽ എന്തായിട്ട് മാറി? ഈത്തേൻ. This is a very important reaction. We can prepare hydrocarbon with more than one carbon atom than the starting material. അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള മെറ്റീരിയലിനെക്കാട്ടും more than one carbon atom ഉള്ള ആരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇത്രയും നേരം മീത്തൈൽ കൊടുത്താൽ മീത്തേന് കിട്ടും, പ്രൊപ്പൈൽ കൊടുത്താൽ പ്രൊപ്പേന് കിട്ടും. പക്ഷേ ഇവിടെ എന്താ? മീത്തൈൽ ക്ലോറൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈത്തേൻ കിട്ടും. 1 കാർബൺ ആറ്റം, അതായത് ഹയർ ഹൈഡ്രോകാർബൺസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഇനി എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതല്ലേ എഴുതിയത്. ഈ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈത്തർ എന്ത് പറഞ്ഞുകൊണ്ട് വെച്ചാൽ, ഈ ആൽക്കൈൽ ഹാലൈഡ് നമുക്കറിയാം, സോഡിയം വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? കത്തി പിടിച്ചു പോകും അല്ലേ? ഇറ്റ് വിൽ ബേൺ. So in order to avoid this, sodium is kept present in presence of dry ether. ഈ ഈത്തറിൽ ഒരു തുള്ളി പോലും വെള്ളം പാടില്ല, വെള്ളം ഒന്നും ഉണ്ടാവാത്ത. അതുകൊണ്ടാണ് ഡ്രൈ ഈത്തർ എന്ന് പറയുന്നത്. മോയ്സ്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സോഡിയം അതുമായിട്ട് റിയാക്ട് ചെയ്ത് കത്തി ബേൺ ചെയ്ത് പോകും. സോ ദാറ്റ് ഈസ് വൈ ഡ്രൈ ഈത്തർ ഇസ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്. That is sodium metal react with alkyl halide in presence, very important, in presence of dry ether to produce a hydrocarbon with 1 carbon greater than that of the parent. അതായത് ഇനീഷ്യൽ സബ്സ്റ്റൻസിനേക്കാളും 1 കാർബൺ ആറ്റം ഗ്രേറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് ഈ റിയാക്ഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതായത് എപ്പം നടക്കുമ്പം രണ്ട് മോളിക്യൂൾസ് ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ് ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് 2 ആറ്റംസ് ഓഫ് സോഡിയം. അതായത് 2 സോഡിയം മെറ്റലുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവരെ സ്റ്റോഷിയോമെട്രി ഇങ്ങനെയാണ്. അതായത് CH3Cl പ്ലസ് 2Na പ്ലസ് CH3Cl. ഓക്കെ, ഈ ഒരു Clഉം ഇതിൽ ഒരു എണ്ണയും ഇതിൽ ഒരു Clഉം ഇതിൽ വീണ്ടും 2 എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയും കൂടെ പോയിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച് ആവും. എന്നിട്ട് CH3CH3 പ്ലസ് 2NaCl ഇതിങ്ങനെ ലിബറേറ്റ് ചെയ്ത് പോകും. This is the process which is taking place in Wurtz reaction. So what is meant by a Wurtz reaction? Alkyl halide react with sodium in presence of dry ether to produce alkane, and this process is known as Wurtz reaction. പിന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, സോഡിയം ഇസ് കെപ്റ്റ് ഇൻ ഡ്രൈ ഈത്തർ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഫ്രം ഇറ്റ്സ് ബേണിംഗ് വിത്ത് ഇഫ് മോയ്സ്ചർ കണ്ടന്റ് ഇസ് പ്രസൻറ്റ്, ദ സോഡിയം വിൽ റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് ദെർബൈ ഇറ്റ് ഗെറ്റ് ബേൺസ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് വി ആർ യൂസിങ് ഡ്രൈ ഈത്തർ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു വേർഡ്സ് റിയാക്ഷൻ്റെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താ വെച്ചാൽ, വി കനോട്ട് പ്രൊഡ്യൂസ് ഹയർ ആൽക്കെയിൻ വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻസ് നമുക്കിതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ CH3 CH2 CH3 ഇതിനെ നമുക്ക് വേർഡ്സ് റിയാക്ഷൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ ഇതിൽ 5 എണ്ണം വരുന്നത്, അതായത് 3, 5 ഓഡ് നമ്പർ ഉള്ളത്. ബട്ട് വേർഡ്സ് റിയാക്ഷൻ അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കളർ പെന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പല കളറിൽ പെന്നൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നവരോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയവരോ മതി. ദാറ്റ് ഈസ് higher alkane with even number of carbon atom can be produced. Higher alkane with even number. ഈ ഓരോ പോയിന്റ് പറയുന്നത് എന്താ അറിയോ, നമുക്ക് എക്സാമിന് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, കൺവേർട്ട് ഈത്തേൻ ടു ബ്യൂട്ടേൻ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാണ് ഈത്തേൻ എന്ന് പറയുന്നത് ബ്യൂട്ടേനായി, ഡബിൾ ദ നമ്പറായി. അതൊക്കെ ചിന്തിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ഓരോ പോയിന്റും വേണം. സോ ഈവൺ നമ്പർ ഓഫ് ദാറ്റ് ഈസ് ഹയർ ആൽക്കെയിൻ വിത്ത് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം ക്യാൻ ബി പ്രൊഡ്യൂസ് ബൈ ദിസ് വേർഡ്സ് റിയാക്ഷൻ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കാം, കൺവേർട്ട് ഈത്തേൻ ടു, നമ്മളിപ്പോൾ ചെയ്തത് അതല്ലേ,
ഈത്തേൻ ടു ബ്യൂട്ടേൻ, നമുക്ക് പ്രൊപ്പൈൽ ക്ലോറൈഡ് ടു പ്രൊപ്പോ ബ്യൂട്ടപ്പൻ്റെ ഹെക്സൈൻ. എന്താ പറഞ്ഞത്? പ്രൊപ്പൈൽ ക്ലോറൈഡിനെ ഹെക്സൈൻ ആക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടി ഒന്നും ചിന്തിക്കരുത്. എന്ത് ചെയ്തേക്കുക, ആദ്യം തന്നെ പ്രൊപ്പൈൽ ക്ലോറൈഡിനെ എഴുതുക. പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 എണ്ണം ഉള്ളതാണ്. അപ്പോൾ CH2Cl, അതിൻ്റെ കൂടെ ക്ലോറൈഡ്. ഇതിനെ എന്താക്കി മാറ്റണം? ഹെക്സൈൻ. 6 കാർബൺ ആറ്റം, CH2 2 3 4 5 6. അപ്പം നിങ്ങളുടെ മനസ്സിൽ വരണം, വേർഡ്സ് എന്ന് പറഞ്ഞ ആളാണ് 2നെ 4 ആക്കാൻ പഠിപ്പിച്ചത്, അതായത് 4നെ 8 ആക്കാൻ അല്ലെങ്കിൽ 3നെ 6 ആക്കാൻ. ഡബിൾ ദി നമ്പറാണ് വേർഡ്സ് റിയാക്ഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുക, അതും ഈവൺ നമ്പർ. അപ്പം നോക്കുക, 3ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 6 ആണ്. അത് നമ്മളെ പഠിപ്പിച്ചത് വേർഡ്സ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഇൻ ഡ്രൈ ഈതർ. ഇപ്പം എന്തെടുക്കും? ഈ NaCl ഇവിടെ ഞങ്ങൾ പോയിട്ട് വീണ്ടും. അപ്പം ഇത് ഒന്നുകൂടെ, ഇവ 2 മോളിക്യൂൾ, ഇത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ ഒരു മെക്കാനിസം ഒന്നുമല്ല, ഇതിന് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കി പറഞ്ഞുതരാം. ഇതാണ് ഇപ്പം നമ്മുടെ മെത്തേത്ത് പ്രൊപ്പോ ബ്യൂട്ടൈൽ ക്ലോറൈഡ് അല്ലേ? CH3 CH2 CH2 പ്രൊപ്പോ CH2 ഓക്കെ, പ്രൊപ്പൈൽ ക്ലോറൈഡ്. ഓക്കെ, ഇതിൻ്റെ 2 മോളിക്യൂൾ ഉണ്ടല്ലോ, ആരായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? സോഡിയമായിട്ട്. അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു മോളിക്യൂളും കൂടെ ഇവിടെ എഴുതാൻ പോകണം. അതെങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഇങ്ങനെ Cl ആദ്യം എഴുതി, ദെൻ CH2, ദെൻ CH2, ദെൻ CH3. ഇനി ഇവിടെ എന്താ നടക്കുക? ഈ 2 Clഉം ഈ 2 സോഡിയവും കൂടെ റിയാക്ട് ചെയ്യും. എന്നിട്ട് ഇതങ്ങ് പോയിട്ട് ഈ CH2 ഈ CH2 ലിങ്ക് ചെയ്യും. അപ്പോൾ നോക്കിയേ, CH3 CH2 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 CH3 കണ്ടോ? 1 2 3 4 5 6. അപ്പോൾ എന്ത് കിട്ടി? പ്രൊപ്പൈൽ മെത്ത് എത്ത് പ്രൊപ്പൈൽ ക്ലോറൈഡ് ടു മെത്ത് എത്ത് പ്രൊപ്പോ ബ്യൂട്ടപ്പെൻ്റെ ഹെക്സൈന് കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് 3 കാർബൺ ആറ്റം, അതായത് ഇപ്പോൾ 2 എണ്ണം ഉള്ളത് അതിൻ്റെ ഡബിൾ, അതായത് 4 കാർബൺ ആറ്റം ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരു ഈ ആൽക്കെയിൻസിന് സിമെട്രിക് ആൽക്കെയിൻസ് ഉണ്ട്, അൺസിമെട്രിക് ആൽക്കെയിൻസ് ഉണ്ട്. നോക്കിക്കേ, ഇത് സിമെട്രിക് അല്ലേ? കാരണം എന്താ, ഇവിടെയും CH3 ഇവിടെയും CH3. ഇതോ CH3 CH2 CH3 CH2. ഇതും എന്താണ്? ഇതും സിമെട്രിക് ആണ്. ഇത് സിമെട്രിക് ആണോ? അല്ല. നമുക്ക് അങ്ങനെ ഇതൊരു അൺസിമെട്രിക് ആൽക്കീന്, കാരണം ഓഡ് നമ്പറാണ്. കാരണം ഇവിടെ ബ്രേക്ക് ചെയ്താൽ ഇവിടെ CH3, ഇവിടെ ബ്രേക്ക് ചെയ്താൽ CH2 CH3. അപ്പം ഇതൊരു അൺസിമെട്രിക് ആൽക്കീൻ, അതായത് നമ്മളിപ്പോൾ ഒരു കാർബൺ ആറ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈക്വൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുമ്പോൾ എന്താ, അത് സിമെട്രിക്കൽ ആൽക്കീനും ഇത് അൺസിമെട്രിക്കൽ ആൽക്കീനുമാണ്. അപ്പം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തൊക്കെ സിമെട്രിക്കൽ ആൽക്കീനാണ് അല്ലേ? ഇതൊക്കെ നോക്കൂ, 1 2 3 1 2 3, ഇതൊക്കെ സിമെട്രിക്കൽ ആൽക്കീനാണ്. നമ്മൾ എന്തുകൊണ്ട് ഓഡ് നമ്പർ അല്ലെങ്കിൽ അൺസിമെട്രിക്കൽ ആൽക്കീൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതെന്ന് പറയാം. ഇപ്പം ഞാൻ യൂസ് ചെയ്തപ്പം 2 molecules of propyl chloride അല്ലെങ്കിൽ 2 molecules of ethyl chloride ആണ് യൂസ് ചെയ്തത്. വൈ ഐ കാൺ യൂസ് എ മിക്സ്ചർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്? അതായത് ഇപ്പം CH3Cl പ്ലസ് CH3CH2Cl ഇതിനെ റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ടു ഗിവ് ഡ്രൈ ഈതർ. വൈ ഐ കാൺ യൂസ് ദിസ് മെത്തേഡ്? യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈത്തൈൽ ക്ലോറൈഡും ഈത്തൈൽ ക്ലോറൈഡും കൂടെ, അതായത് മീത്തൈൽ ക്ലോറൈഡും ഈത്തൈൽ ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം ഐ വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. ഒന്ന് ഏത് പ്രൊഡക്റ്റ് അറിയോ? ഒന്ന് ഇത് തന്നെ ഇതിൻ്റെ തന്നെ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതിങ്ങനൊരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അടുത്തുണ്ടാകുന്ന പ്രൊഡക്റ്റ് ചെയ്തറിയോ? ഇതും ഇതിൻ്റെ തന്നെ വേറൊരു മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് CH3CH2CH2CH3. പിന്നെ എന്തുണ്ടാകുന്ന ഇവർ രണ്ടാളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള CH3CH2CH3. ഇങ്ങനെ 3 പ്രൊഡക്ട്സ് ഇങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്റ്റൻ്റ് ആൽക്കൈൽ ഹാലൈഡ്സിനെ റിയാക്ട് ചെയ്യുമ്പം ഇറ്റ് വിൽ പ്രൊഡ്യൂസ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ്. ഈ 3 പ്രൊഡക്റ്റിനും സ്പെഷ്യാലിറ്റി ഉണ്ടത്, ഈ 3 ആൾക്കാർക്കും ഓൾമോസ്റ്റ് സെയിം ബോയിലിംഗ് പോയിൻ്റാണ്. അതായത് ബോയിലിംഗ് പോയിൻറ്റ്, നമ്മളിപ്പോൾ ഒരു കോമ്പൗണ്ട് ഒരു മിക്സ്ചറിൽ ഡിഫറെൻറ്റ് സംഭവങ്ങളുണ്ടെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അവരെ ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ ആദ്യം ഒരാളെ ചൂടാക്കി അവരെ വേപ്പേഴ്സ് കളക്ട് ചെയ്യും, പിന്നെ അവരെ മാറ്റി വെച്ചിട്ട് അടുത്ത ആളെ മിക്സ്ചറിനെ ചൂടാക്കുമ്പോൾ അടുത്ത വേപ്പർ വന്നു,
അങ്ങനെ മെത്തേഡ് അതിനാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നൊക്കെ പറയാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പം ഇവിടെ വി കനോട്ട് സെപ്പറേറ്റ് ദീസ് മിക്സ്ചർ ആസ് ദ ബോയിലിംഗ് പോയിന്റ് വാസ് ഓൾമോസ്റ്റ് സെയിം. അവരുടെ ബോയിലിംഗ് പോയിന്റ് ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us to separate them by the method of fractional distillation. This is why we are not able to prepare unsymmetrical alkane. Unsymmetrical ആയിട്ടുള്ള 1 2 3 unsymmetrical ആയിട്ടുള്ള ആൽക്കെയിൻസിനെ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഓർ വി കനോട്ട് കമ്പൈൻ ടു ഡിഫറെൻറ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ ഹയർ ഹൈഡ്രോകാർബൺ. ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ബിക്കോസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മിക്സ്ചേഴ്സ് ഓഫ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് 3 different types of mixtures, and these 3 mixtures are having almost similar boiling points, so it is very difficult for us to separate them by the method of fractional distillation. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ്സ് 2 മെത്തേഡ് പറഞ്ഞു. ആൽക്കൈൽ ഹാലൈഡ്സിന് എന്തൊക്കെയാണ് 2 മെത്തേഡ്? ഒന്ന് നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ബൈ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേർഡ്സ് റിയാക്ഷൻ ആണ്. ചോദിക്കാറുണ്ട് വാട്ട് ഇസ് മെൻ ബൈ വേർഡ്സ് റിയാക്ഷൻ. വേർഡ്സ് റിയാക്ഷൻ ഇസ് ദ മെത്തേഡ് ഇൻ വിച്ച് ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ട്രീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഇൻ ഡ്രൈ ഈത്തർ ടു പ്രൊഡ്യൂസ് ഹയർ ആൽക്കെയിൻ വിത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം. എക്സാമ്പിളും എഴുതി കാണിച്ചാൽ മാർക്ക് കിട്ടി. ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോവാം. അടുത്ത മെത്തേഡ് എന്തായിരുന്നു? ഫ്രം കാർബോക്സിലിക് ആസിഡ്. ഫ്രം കാർബോക്സിലിക് ആസിഡ്. അപ്പം നമ്മൾ ആദ്യം ഒരു കാർബോക്സിലിക് ആസിഡ് എഴുതി വെക്കാം. CH3COOH. ഇതിനെ എനിക്കൊരു ആൽക്കെയിൻ ആക്കണേ. എങ്ങനെ മാറ്റാൻ പറ്റും? ഒന്ന് നോക്കി നോക്കിയേ. ഇതിൽ ഈ CO2 അങ്ങ് പോയാൽ മതിയോ? എന്നിട്ട് ഈ H ഇങ്ങോട്ട് വന്നാൽ എന്തായി? CH4 ഉണ്ടായോ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക? റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം എ കാർബോക്സിലിക് ആസിഡ്. ഇതിനെ പറയുന്ന മെത്തേഡാണ്, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീകാർബോക്സിലേഷൻ. എന്താണ്? കാർബോക്സിലിക് ആസിഡിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡീകാർബോക്സിലേഷൻ. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്താണ്? ഫ്രം കാർബോക്സിലിക് ആസിഡ്, ഡീകാർബോക്സിലേഷൻ ഓഫ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. നമ്മൾ ഡയറക്റ്റ് കാർബോക്സിലിക് ആസിഡ് എല്ലാം എടുക്കുക, അവരുടെ സോഡിയം മെറ്റാലിക് സോൾട്സിന്, അതായത് ഡീകാർബോക്സിലേഷൻ ഓഫ് sodium salt of carboxylic acid to produce alkane. എങ്ങനെ ചെയ്യും? ദാ CH3COONA. ഓക്കെ, അപ്പം നമ്മൾ ഇവരെന്ത് ചെയ്യണം? ഡീകാർബോക്സിലേറ്റ് ചെയ്യണം. ഡീകാർബോക്സിലേറ്റ് ചെയ്യാൻ റിയേജൻറ്റ് വേണ്ടേ? ദാറ്റ് ഈസ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഇസ് ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡ ലൈം. ഇമ്പോർട്ടൻ്റ് ആണ് സോഡ ലൈം എന്ന് പറഞ്ഞത് ലൈമും ഉണ്ട് സോഡയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം ഓക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം ഓക്സൈഡ്, CaO, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് sodium salt of carboxylic acid when heated in presence of ഇമ്പോർട്ടൻ്റ് ആണ്, ഹീറ്റ് ചെയ്യണം എന്നാലേ കാർബൺ ഡയോക്സൈഡ് അങ്ങ് പോകത്തുള്ളൂ. ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡ ലൈം. അപ്പം നമ്മൾ ഈ ആരോൻ്റെ മുകളിൽ ഡെൽറ്റ, ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ട്രയാങ്കിൾ അല്ല കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. ഈ ഡെൽറ്റയാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്നുള്ള സിമ്പിളാണ്. നമ്മൾ ഈ ആരോൻ്റെ മുകളിൽ ഡെൽറ്റ എന്നിട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇസ് ഗിവൺ എന്നുള്ളത്. ഡെൽറ്റ CaO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് കോമൺ ആണ്. ദാറ്റ് ഈസ് CH3CON is heated in presence of calcium oxide. നിങ്ങൾക്ക് വേണേൽ സോഡ ലൈം എഴുതാം. ടു ഗിവ് ഈ കാർബൺ ഡയോക്സൈഡ് അങ്ങ് പോകും, എന്നിട്ട് Na2CO3 ആയിട്ട് മാറിയിട്ട് CH4. നമുക്ക് ബൈ പ്രൊഡക്റ്റ് എഴുതണോ നോക്കി നോക്കട്ടെ. യെസ്, CH4 + Na2CO3. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ പേരെന്താ? മെത്ത് എത്ത് അല്ലേ? 2 കാർബണാറ്റം ഉണ്ടല്ലോ പാരൻറ്റിൽ. എത്തനോയിക് ആസിഡ് ആണല്ലോ. ഇവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റോ? മീത്തേൻ. അപ്പോൾ നേരത്തെ പാരൻറ്റിനെക്കാട്ടും, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റീരിയലിനെക്കാട്ടും ഡബിൾ ആയിരുന്നു. ഇവിടെയോ ഉണ്ടായത് കുറഞ്ഞു പോയി. ദാറ്റ് ഈസ് the product or the alkane so formed from the decarboxylation of carboxylic acid will be having 1 carbon atom less than that of the carboxylic acid. Carboxylic acid നെക്കാട്ടും ഒരു കാർബൺ നമുക്ക് ചിന്തിച്ചാലോ, കാർബൺ ഡയോക്സൈഡ് പോകുമ്പോൾ ഒരു കാർബൺ കുറയുമല്ലോ, അതാണ് ഇവിടെ പ്രോസസ്സ്.
അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം, വിച്ച് ഇസ് ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, വിച്ച് കാർബോക്സിലിക് ആസിഡ് വിൽ ബി ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബ്യൂട്ടേൻ. which carboxylic acid is the starting material for the preparation of method proper butane ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ബ്യൂട്ടേൻ അങ്ങ് എഴുതി വെച്ചേക്കുക. CH3 CH2 CH2 CH3. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം, ഈ കാർബോക്സിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാർബൺ ആറ്റം ലെസ് ആയിട്ടുള്ളതാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ബ്യൂട്ടേൻ ആണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ഒരു കാർബൺ ആറ്റം കൂടുതലുള്ള ആസിഡാണ്. ബ്യൂട്ടേൻ്റെ ഒരു കാർബൺ ആറ്റം കൂടുതലുള്ളതാണ് പെൻറ്റനോയിക് ആസിഡ്. CH3 CH2 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 1 2 3 4 COOH. ഈ കാർബോക്സിലിക് ആസിഡിലെ കാർബൺ കൂട്ടണേ, അല്ലാതെ ഇവിടെ വീണ്ടും CH2 എതിര് COH എന്ന് എഴുതുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. 1 2 3 4 5. അപ്പോൾ ഇതെന്തായി? പെൻറ്റനോയിക് ആസിഡ്. ഇതിന് ഡെൽറ്റ CaO. അപ്പോൾ എന്തായി? കാർബൺ ഡയോക്സൈഡ് അങ്ങ് പോയപ്പോൾ CH3 CH2 CH2 CH3 പ്ലസ് Na2CO3. കണ്ടോ? മനസ്സിലായോ? ഡീകാർബോക്സിലേഷൻ ഓഫ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇനി ഈ കാർബോക്സിലിക് ആസിഡ് തന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്, പൊതുവെ എക്സാമിന് ചോദിക്കുന്നതാണ്. കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ് or Kolb's electrolytic method for the preparation of alkanes from metallic salt of carboxylic acid. Kolb's electrolytic method. എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് അറിയാലോ, നമുക്കറിയാം. ദ സെപ്പറേഷൻ ഓഫ് എ കെമിക്കൽ കോമ്പൗണ്ട് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സോഡിയം സോൾട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഇസ് ഇൻ എൻ aqueous solution, we are passing electricity through it. ആ ഒരു മെത്തേഡ് വഴി നമുക്ക് എന്ത് കിട്ടും? ആൽക്കെയിനെ കിട്ടും. ആ പ്രോസസ്സിനെയാണ് കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കാം എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് CH3COONA. ഞാൻ എന്ത് ചെയ്യാണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം നമുക്കറിയാം എന്തുണ്ടാവും? CH3COO മൈനസ് പ്ലസ് പ്ലസ് Na പ്ലസ്. അപ്പോൾ എന്താണ്? CH3COO മൈനസ് എന്താവും? സെപ്പറേറ്റ് ചെയ്തിട്ട് CH3COO മൈനസ് പ്ലസ് Na പ്ലസ് ആവും. ഇനി ഇതെന്ത് നടക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആനോഡ് ഉണ്ട്, ശ്രദ്ധിച്ചേക്കണം. ആനോഡ് ഉണ്ട്, കാത്തോഡ് ഉണ്ട്. ആനോഡ് ഇസ് ദ പ്ലേസ് വെയർ ഓക്സിഡേഷൻ. എൻ്റെ 10th എൻ്റെ ക്ലാസ് കേട്ടവർക്ക് ഇതിൻ്റെ കോഡൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആനോഡ് എഴുതുമ്പം എ എന്ന് എഴുതുക, സ്മോൾ ലെറ്റർ. അപ്പോൾ എൻ്റെ ഒരു വാല് മറിച്ച O പോലെ ഉണ്ടാവും. സോ ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഓക്സിഡേഷൻ. അപ്പോൾ പിന്നെ ബാക്കി പഠിക്കാൻ എളുപ്പമാണ്. കാത്തോഡിൽ നടക്കുന്നത് എന്തായിരിക്കും? റിഡക്ഷൻ. ഇതൊക്കെ ഞാൻ 10th നിങ്ങൾക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ലെസൺ പഠിപ്പിക്കുമ്പോൾ കോഡൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സ്മോൾ ലെറ്റർ ആനോഡ് എന്ന് എഴുതിയിട്ട് എൻ്റെ വാല് പൊക്കി കഴിഞ്ഞാൽ O ആണ്. O എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്, ആനോഡിൽ ഓക്സിഡേഷൻ ആണോ കാത്തോഡിൽ. ഇനി ഞാൻ വേറെ ഒരു കോഡ് പഠിപ്പിച്ചിട്ടുണ്ട്, ആനയോണും കാറ്റയോണും. അല്ലേ? കാറ്റിനെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമാണ്. കാറ്റയോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്. ആനകളെ കാണുമ്പം പേടിയാണ്. സോ ആനയോൺസ് ആർ നെഗറ്റീവ്. ഇത് നമ്മൾ എന്നും പറയുന്ന കോഡ്. എനിക്ക് 8th മുതൽ ഞാൻ പറയുന്ന ഒരേ ഒരു കോഡാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂട്ടാണ്, പോസിറ്റീവ്. കാറ്റയോൺ. കാറ്റയോൺസ് എവിടേക്കാണ് പോവുക? കാത്തോഡിൻ്റെ അടുത്തേക്ക്. പോസിറ്റീവ് എപ്പോഴും നെഗറ്റീവായ ആൾക്കാരുടെ അടുത്തേക്കല്ലേ പോവുക, പോസിറ്റീവ്ലി. അപ്പം കാത്തോഡിന് എന്ത് ചാർജാണ്? നെഗറ്റീവ്. ആനയോൺ നെഗറ്റീവാണ്. അപ്പോൾ അത് ഏതിൻ്റെ അടുത്തേക്കാണ് പോവുക? പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്നും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡിനെ കാത്തോഡ് എന്നും നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ പറയും. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ. അപ്പോൾ ഈ പോസിറ്റീവ് ആയ ആളടുത്തേക്ക് നെഗറ്റീവ് വരും. ആര് വരും? CH3COO മൈനസ് വരും. നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ 2 മോളിക്യൂൾസ് ഓഫ് എസറ്റേറ്റ്, ഇതിനെ പറയാം എസറ്റേറ്റ് അയോൺ എന്നാണ്. എസറ്റിക് ആസിഡ് അല്ലേ, എസറ്റേറ്റ് അയോണ് 2 ഇലക്ട്രോണിനെ കൊടുക്കും. എന്നിട്ട് എന്തായിട്ട് മാറുമെന്നറിയോ? ഒരു 2 ഫ്രീ റാഡിക്കൾ പ്രൊഡ്യൂസ് ചെയ്യും. എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഫ്രീ റാഡിക്കൽ. CH3COO മൈനസ് എന്ന് പറഞ്ഞ ഒരു ഫ്രീ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഈ ഫ്രീ റാഡിക്കലിൻ്റെ മെക്കാനിസത്തിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, നമ്മളത് പറയും. അപ്പോൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഇപ്പം കാർബൺ ഇതിൻ്റെ 2 ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ കാർബണിൻ്റെ കയ്യിൽ പണ്ടത്തെ ഉള്ള പോലെ അതേ നമ്പർ ഓഫ് ഇലക്ട്രോൺ വരും. അതുകൊണ്ടാണ് അവരെ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇനി ഈ ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ 2CH3 C+O എന്ന് പറഞ്ഞ ഫ്രീ റാഡിക്കൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ലിബറേറ്റ് ചെയ്തിട്ട്
മീഥൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. എന്തുണ്ടാക്കും? മീഥൈൽ. ഇതാണ് മീഥൈൽ ഫ്രീ റാഡിക്കൽ. കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ട് ഇതിൻ്റെ മീഥൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. ഈ രണ്ട് മീഥൈൽ ഫ്രീ റാഡിക്കളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? മീത്തേനെ കിട്ടും. ഈ CH3 വീണ്ടും 2 CH3 ഉണ്ട്, അവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മീത്തേനെ കിട്ടും. ഇനി കാത്തോഡിൽ എന്താ നടക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണം റിഡക്ഷൻ. ഇവിടെ നമുക്കറിയാം ഇത് എക്വസ് സൊല്യൂഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് അല്ലേ. അപ്പോൾ ഈ വാട്ടർ എന്ത് ചെയ്യും? 2 molecules of water accept 2 electron, 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. റിഡക്ഷൻ തന്നെ ആക്സെപ്റ്റിങ്. എന്നിട്ട് അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? OH- ഒരു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 2 ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ ഇതെന്താ ഞങ്ങൾക്ക് ഫ്രീ റാഡിക്കലിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ലെസണിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. പിന്നെ ഇനിയും നമ്മൾ ഈ ഫ്രീ റാഡിക്കൽ മെക്കാനിസം പറയുന്നുണ്ട് ഓരോ പ്രോസസ്സിലും. അപ്പോൾ പറയാം, കാരണം ഓർഗാനിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. സോ എന്താണ് ഇവിടെ നടക്കുന്നത്? ദാറ്റ് ഈസ് ഒരു എസറ്റിക് ആസിഡ്, അതായത് സോഡിയം സോൾട്ട് ഓഫ് എസറ്റിക് ആസിഡ്, എസറ്റിക് ആസിഡിൽ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് in presence of electricity undergo decomposition and it produces ethane and hydrogen gases liberated. ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് ഒരാൾ ആനോഡിൻ്റെ അടുത്തേക്കും ഒരാൾ കാത്തോഡിൻ്റെ അടുത്തേക്കും പോകും. ആനോഡിൻ്റെ അടുത്ത് ഓക്സിഡേഷൻ നടന്നിട്ട് കാർബോക്സിലേറ്റ് റാഡിക്കൽ ഉണ്ടാകും. ഈ കാർബോക്സിലേറ്റ് റാഡിക്കലിന് കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ട് മീഥൈൽ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ 2 മീഥൈൽ റാഡിക്കൽസ് ഈത്തേന് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി വാട്ടർ എന്ത് ചെയ്യും? റിഡക്ഷൻ. നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് എക്വസ് സൊല്യൂഷൻ ആണ്. സോ വാട്ടർ വിൽ ബി ആക്സെപ്റ്റിംഗ് 2 electrons to produce OH- and hydrogen, and these OH- and hydrogen radical thereby combine together to form hydrogen gas. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ പ്രിപ്പറേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കാർബൺ ആറ്റം ലെസ്സർ ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ജനറലി ഒറ്റ സ്റ്റെപ്പിൽ എഴുതുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കോൾബ്സ് ഇലക്ട്രോളിസിസിൻ്റെ ജനറൽ റിയാക്ഷൻ എഴുതാൻ പറ്റുക. ദാറ്റ് ഈസ് 2CH3 COONA + 2H2O gives CH3 + 2CO2 + 2 NaH + H2. അപ്പം നേരത്തെ ഡീകാർബോക്സിലേഷൻ മെത്തേഡിൽ നമുക്ക് 1 കാർബൺ ആറ്റം ലെസ്സറാണ്. ഇവിടെ നമുക്ക് ഹയർ ആൽക്കെയിൻസ് വിത്ത് ഈവൺ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. ഇവിടെയും എന്താണെന്ന് ഹയർ ആൽക്കെയിൻ വിത്ത് ഈവൺ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിൻ്റെ CH3 CH2 COOH ആണ് എടുത്തത്, മീൻസ് COONA ആണ് എടുത്തെങ്കിൽ നമുക്കറിയാം എന്തുണ്ടാവും? CH3 CH2 CH2 CH3. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ദാറ്റ് വിൽ ബി കാർബൺ ആറ്റം വിത്ത് ഹയർ കാർബോക്സിലിക് ആസിഡ് അണ്ടർഗോ കോൾബ് ഇലക്ട്രോളിസിസ് ടു പ്രൊഡ്യൂസ് ഹയർ ആൽക്കെയിൻ വിത്ത് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇന്നിപ്പോൾ നമ്മൾ എന്താ എടുത്തത്? ഒന്ന് നല്ലോണം ഒന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് റീകോൾ ചെയ്തപ്പോഴും, കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ആൽക്കീൻ എന്ന്, അതായത് അൺസാച്ചുറേറ്റഡിൽ പ്രിപ്പയർ ചെയ്ത് എങ്ങനെ ഹൈഡ്രജൻ ആഡ് ചെയ്തു, ആ പ്രോസസ്സ് നമ്മൾ ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞു. ആ പ്രോസസ്സ് ടേക്ക് പ്ലേസ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്. അതിൽ നിക്കലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കണമെന്ന് പറഞ്ഞു. പ്ലാറ്റിനം പല്ലേഡിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് 2 എണ്ണത്തിൽ ഞാൻ പഠിപ്പിച്ചു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ റിഡക്ഷൻ ചെയ്യുക. സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്ത് നമുക്ക് ആൽക്കെയിന് കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞു അടുത്ത മെത്തേഡ് തന്നെ വേർഡ്സ് റിയാക്ഷൻ. വേർഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന കാർബൺ ആറ്റം എത്രയാണോ അതിൻ്റെ ഡബിൾ ദി നമ്പർ സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കെയിൻസിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞു ഡ്രൈ ഈതർ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. എന്തിനാണ് ഡ്രൈ ഈതർ യൂസ് ചെയ്യുന്നത്? സോഡിയത്തിൽ ഒരു മോയ്സ്ചർ കണ്ടൻറ്റും പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ ഈതർ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് ഫ്രം കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ് ഫസ്റ്റ് വൺ ഡീകാർബോക്സിലേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഡീകാർബോക്സിലേഷൻ കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുക from carboxylic acid. That process is known as decarboxylation, and this process is carried out in presence of soda lime. Soda lime എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആൽക്കെയിൻ വിത്ത് 1 കാർബൺ ആറ്റം ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് ദി പാരന്റ് കാർബോക്സിലിക് ആസിഡ്. ഏത് കാർബോക്സിലിക് ആസിഡ് എടുത്തോ അതിൻ്റെ 1 കാർബൺ ആറ്റം ലെസ്സർ ആയിട്ടുള്ള ആൽക്കെയിനെയാണ് നമുക്ക് കിട്ടുക.
പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. ഈ ഇലക്ട്രോളിസിൽ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഇൻ വിച്ച് ദ ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ ഇറ്റ് ആൻഡ് ദെർബൈ ഇറ്റ് അണ്ടർഗോ ഡീകമ്പോസിഷൻ. എന്നിട്ട് കാത്തോഡിലും ആനോഡിലും നടക്കുന്ന റിയാക്ഷൻ പറഞ്ഞു. ആൻഡ് ഫൈനലി വി ആർ ഗെറ്റിംഗ് എ പ്രോഡക്റ്റ്. ഇവിടെയും എന്താ, ദ ആൽക്കെയിൻ സോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി കാർബോക്സിലിക് ആസിഡ് വിൽ ബി ഹാവിങ് കാർബൺ ആറ്റം വിത്ത് ഡബിൾ ദ നമ്പർ ഓഫ് ദി പാരൻറ്റിനെക്കാട്ട് ഡബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് സിമെട്രിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈവൻ നമ്പർ ആയിട്ടുള്ള കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. ഞാനിതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കൂടെ എടുക്കണമെന്ന് വെച്ച്, പക്ഷെ എനിക്ക് വയ്യ, കാരണം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആകെ ക്ഷീണിക്കും, നിങ്ങളും ബോറടിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എടുക്കാം. കെമിക്കൽ കുറച്ച് അധികം ഉണ്ട് പറയാം. അധികം എന്ന് പറയുമ്പോൾ അധികം ഉണ്ടെന്നല്ല, നിങ്ങൾ ഈ പോയിൻ്റ് ആക്കി പഠിച്ചാൽ എളുപ്പമാണ്. ഇപ്പം തന്നെ ടെക്സ്റ്റ് എടുത്ത് ഇത് പഠിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് മതി ബാക്കി പരിപാടി. നോക്കട്ടെ, ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക് എന്ന് പറയുന്നത് സിമ്പിളാണ്, ഇത് പഠിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ. വിത്ത് സോൾട്ട് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് സോഡ ലൈം ഗിവ്സ് ഈത്തേൻ. ഏത് സോൾട്ട് സോഡ ലൈം വെച്ച് ട്രീറ്റ് ചെയ്താലാണ് ഈത്തേൻ കിട്ടുക എന്നുള്ളത്. നെയിം ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ മിക്സ്ചർ ഓഫ് ഈഥാൽ ബ്രോമൈഡ് ആൻഡ് മീഥാൽ ബ്രോമൈഡ് ഇസ് ട്രീറ്റഡ് വിത്ത് സോഡിയം മെറ്റൽ ഇൻ ഡ്രൈ ഈതർ. നെയിം ദി പ്രൊഡക്ട്സ്, കുറേ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻ ചെയ്യും. when the mixture of ethyl bromide and methyl bromide is treated with sodium metal in dry ether. നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ മറന്നു. ഇതിൻ്റെ പേരെന്താ? CH3COONA. ഇതിന് നമ്മൾ എന്താ പറയുക? സോഡിയം മെത്ത് എത്ത്. ഇത് എത്തനോയിക് ആസിഡ് ആയിരുന്നു, COOH അല്ലേ. ഇതെന്താ പറയുക? എത്തനോയിക് ആസിഡാണ്. ഇതിൽ ഒരു ഹൈഡ്രജൻ പോയിട്ടാണ് നമ്മൾ സോഡിയം വരുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇതിനെ പറയും സോഡിയം. എത്തനോയിക് ആസിഡ് ഇനി പറയാൻ പറ്റില്ലല്ലോ, എത്തനോയേറ്റ്. എന്താ പറയുക? സോഡിയം എത്തനോയേറ്റ്. ദിസ് സോൾട്ട് ഇസ് നോൺ ആസ് സോഡിയം എത്തനോയേറ്റ്. അങ്ങനെയാകുമ്പോൾ ഇതെന്താ? CH3CH2COONA. മെത്ത് എത്ത് പ്രൊപ്പ്. അപ്പം എന്താ പറയുക? സോഡിയം പ്രൊപ്പനോവേറ്റ്. എന്താ പറയുക? സോഡിയം പ്രൊപ്പനോവേറ്റ്. അപ്പം പ്രൊപ്പനോയിക് ആസിഡിൽ നിന്ന് കിട്ടുന്ന സോൾട്ടാണ്. അപ്പോൾ അത് സോഡിയം സോൾട്ടാണ്. ഇത് പൊട്ടാസ്യം ആണെങ്കിൽ എന്ത് പറയും? K ആണെങ്കിൽ പൊട്ടാസ്യം. ഫുൾ എഴുതണേ നിങ്ങൾ. പൊട്ടാസ്യം പ്രൊപ്പനോവേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ന് ഇത്രയും വെച്ച് നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഓർഗാനിക്കാണ്, നല്ല ശ്രദ്ധിച്ച് പഠിക്കുക. മറന്നുപോകും നിങ്ങൾക്ക് എന്നല്ല, ഇപ്പോൾ ഈ എടുക്കുന്ന എനിക്ക് വരെ 10 മിനിറ്റ് കഴിഞ്ഞൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അതെല്ലാവർക്കും വരും. പക്ഷേ നമ്മളെന്ത് ചെയ്യുക? ഇതാണ് ഞാൻ പറഞ്ഞ റീകോൾ ചെയ്യാൻ വേണ്ടി നോട്ട് എഴുതി വെക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് റെഡും ഗ്രീനൊക്കെ പെന്ന് വെച്ച് എഴുതുമ്പോൾ പെട്ടെന്ന് കാര്യം ഓർമ്മ വരും. മറക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഓർഗാനിക്കിന്. ഇപ്പോൾ അത് നിങ്ങൾ ആരോട് പോയി ചോദിച്ചു നോക്കും. ഇപ്പോൾ ഫുൾ MSc ലെവലാണെങ്കിലും നമ്മളൊക്കെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചില റിയാക്ഷൻ ചോദിക്കുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാതെ പെട്ടെന്ന് ഓടി കയറി പറയാനും പറ്റില്ല. ബട്ട് ജനറലി കുറേ റിയാക്ഷൻസ് നമുക്ക് ബൈഹാർട്ട് ആയിരിക്കും. പക്ഷേ എല്ലാ റിയാക്ഷൻസൊന്നും ഒരു എനിക്കറിയില്ല കേട്ടോ. ഇനി വലിയ കെമിസ്ട്രിക്കാർക്കൊക്കെ അറിയായിരിക്കും. എന്നാലും നമുക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഒരു റിയാക്ഷനൊക്കെ ചോദിക്കും, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നമ്മളാണെങ്കിൽ പോയി സെർച്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അവരും അത് തന്നെയാണ് പറയാം. കാരണം നമ്മൾ എടുക്കുമ്പം നമ്മൾ പഠിക്കുന്നുണ്ട്, എക്സാമിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഈ മാർക്കൊക്കെ കിട്ടിയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാലം ഈ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഹൈലി വോളട്ടൈൽ ആയിട്ടൊരു സബ്സ്റ്റൻസ്. പെട്ടെന്ന് എന്ത് പോകും? നമ്മളെ പെട്ടെന്ന് അത് മറന്നു പോകും. നമ്മൾ ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, റീകോൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പേടിയൊന്നുമില്ലാതെ എല്ലാവരും നന്നായി പഠിച്ചോളൂ. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ, ഷെയർ ചെയ്യൂ ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, താങ്ക് യു.